പണ്ടുകാലത്ത് തെക്കൻ തിരുവിതാംകൂറിനെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. അക്കാലത്ത് കൊച്ചുണ്ണി സകലരുടെയും പേടി സ്വപ്നമായിരുന്നു. എന്നാൽ സത്യവാനും മര്യാദക്കാരനും നല്ലൊരു മനസാക്ഷിക്കുടമയുമായിരുന്നു അയാളെന്ന സത്യവും മറക്കാനാവില്ല. തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ മിനയുന്ന നരനിവൻ, നാടിനുറക്കം കെടുത്തുന്ന തസ്കരൻ. ഭയം തെല്ലുമില്ലാതെ വാണവൻ, മതം പൊട്ടി നടക്കുന്ന ഒറ്റയാൻ. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. കോടും തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. താൻ കൊണ്ടുവന്ന് കൊടുത്ത അരിയിൽ നിന്നും കഞ്ഞിയുണ്ടാക്കി തൻ്റെ കുഞ്ഞിന് വിളമ്പുന്ന അമ്മയെയും അത് ആർത്തിയോടെ കുടിക്കുന്ന കുഞ്ഞിനെയും കണ്ടപ്പോൾ കൊച്ചുണ്ണിക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കൊച്ചുണ്ണിയുടെ കുട്ടിക്കാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. വീട്ടിൽ മുഴുപട്ടിണിയായിരുന്നു. കൊച്ചുണ്ണിയുടെ പിതാവ് ഒരു മോഷ്ടാവായിരുന്നു. അയാൾ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ആ വീട്ടിൽ അടുപ്പ് പുകയുമായിരുന്നുള്ളൂ. അങ്ങനെ 10 വയസ്സുവരെ മാതാപിതാക്കളോടൊപ്പം കഷ്ടത അനുഭവിച്ചു വളർന്ന കൊച്ചുണ്ണി 10ാം വയസ്സിൽ നാട് വിട്ടുപോയി. സ്വന്തം ദേശത്ത് നിന്ന് നടന്ന് അവൻ ഏവൂർ എന്ന ദേശത്ത് എത്തി. ഒട്ടിയ വയറുമായി ഒരു ബ്രാഹ്മണ ഭവനത്തിൽ അവൻ സമീപിച്ചു. മൂത്തണ്ണാവി എന്നായിരുന്നു അവിടുത്തെ ഗൃഹനാഥന്റെ പേര്. കൊച്ചുണ്ണിയുടെ അവസ്ഥ കണ്ട് അയാൾക്ക് മനസ്സലിഞ്ഞു. അയാൾ കൊച്ചുണ്ണിയോട് കാര്യങ്ങൾ തിരക്കി. ശേഷം കൊച്ചുണ്ണിക്ക് കുടിക്കാൻ അദ്ദേഹം കഞ്ഞി കൊടുത്തു. കൊച്ചുണ്ണി അത് വാങ്ങി വയറു നിറയെ കുടിച്ചു. കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കൊച്ചുണ്ണിയോട് ചോദിച്ചു, ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്ക് എവിടെയെങ്ങാനും താമസിക്കാനാകുമോ? അത് കേട്ട് കൊച്ചുണ്ണിക്ക് വളരെ സന്തോഷമായി. കൊച്ചുണ്ണി സമ്മതം മൂടി. മൂത്തണ്ണാവി അവനെയും കൂട്ടി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വലിയ വീട്ടിൽ പീടികയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നടന്ന കാര്യങ്ങൾ പീടിക മുതലാളിയോട് പറഞ്ഞു. പീടിക മുതലാളിക്ക് കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ സഹതാപം തോന്നി. അദ്ദേഹം കൊച്ചുണ്ണിയെ കടയിൽ സഹായിയായി നിർത്താമെന്ന് സമ്മതിച്ചു. ആ ധിക്കാരി കൊച്ചുണ്ണിയെയും കൂട്ടരെയും കൊണ്ട് ഈ നാട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവനെ ഇനിയും വെറുതെ വിട്ടുകൂടാ, എത്രയും വേഗം പിടികൂടണം. പരാതി കൊടുത്ത് മടുത്തു. പോലീസുകാരിടയ്ക്കൊക്കെ വന്ന് റോന്ത് ചുറ്റിയിട്ട് പോകുന്നുണ്ട്. കൊച്ചുണ്ണിയെയും കൂട്ടരെയും എങ്ങനെ കിട്ടാനാണ്? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നാട്ടുകാര് തന്നെ മുന്നിട്ടിറങ്ങണം. അവിടുന്ന് കൊച്ചുണ്ണി എവിടെയാണെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇത്രയും നാൾ അവനും അവന്റെ മറ്റവന്മാരും കൂടി കുറെ അറുമാദിച്ചു. ഇന്നത്തോടെ തീർക്കണം അവന്റെ നിഗളിപ്പ്. ആ തെമ്മാടിയെ കിട്ടിയാൽ പിടിച്ചു കെട്ടി അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം. ഈ കൊച്ചുണ്ണിയെ പിടിച്ചു തട്ടാൻ ഈ കൂട്ടത്തിൽ ഇരട്ടച്ചങ്കുള്ളവന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ വാ.
കൊച്ചുണ്ണി മോഷ്ടിക്കും, പിടിച്ചു പറിക്കും, കൊള്ളയടിക്കും. പക്ഷെ നിന്നെയൊക്കെ പോലെ പാവങ്ങളെ കൊള്ളയടിച്ചിട്ടില്ല, ചൂഷണം ചെയ്തിട്ടുമില്ല. കൊച്ചുണ്ണി ഇനിയും കക്കും. പാവങ്ങളോട് കണ്ണിൽ ചോരയില്ലാത്തവന്മാരുടെയും കൊള്ളപ്പലിശ വാങ്ങുന്നവരുടെയും കടം ചോദിച്ചാൽ തരാത്തവന്മാരുടെയും വീടുകളും കടകളും എല്ലാം ഈ കൊച്ചുണ്ണി കൊള്ളയടിക്കും. അത് തടയാൻ പറ്റുമെങ്കിൽ നീയൊക്കെ തറയും. ഇപ്പോൾ നമ്മൾ മടങ്ങിപ്പോകുന്നതാണ് ബുദ്ധി. ആ കൊച്ചുണ്ണിയെ ഒറ്റയ്ക്ക് നേരിടുന്നത് തന്നെ പ്രയാസമാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ്റെ കൂട്ടുകാർ മൊത്തം ഇവിടെ തന്നെയുണ്ട്. അത് ശരിയാണ്. അവസരങ്ങൾ ഇനിയും വരും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അന്ന് ഈ പന്ന കഴിവേറിയുടെ അവസാനമായിരിക്കും. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. കൊടും തസ്കരൻ നാട്ടിലെ ഭീകരൻ നാരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. പാവം കൊച്ചുണ്ണി. അവനൊരു കള്ളനായി തീരാൻ താനും ഒരു കാരണമായല്ലോ എന്ന് കൊച്ചുണ്ണി പണ്ട് ജോലി നോക്കിയിരുന്ന വലിയ വീട്ടിൽ പീഡിക മുതലാളി ഓർത്തു. തസ്കരൻ ഭയം തെല്ലുമില്ലാതെ വാണവൻ മതം പൊട്ടി നടക്കുന്ന ഒറ്റയാ. ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയത്ത് ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ കുറെ ശർക്കര വാങ്ങാനായി പണവും പാത്രവും കൊടുത്ത് ഒരാളെ പീഡികയിലേക്ക് അയച്ചു. ആ സമയത്ത് പീഡികയിലുണ്ടായിരുന്ന ശർക്കര മുഴുവൻ തീർന്നിരുന്നു. മുതലാളിയുടെ വീട്ടിലുള്ള ചാടിയിൽ ആവശ്യത്തിനു ശർക്കര ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. വീട് പീഡികയുടെ അടുത്തു തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും കുറച്ച് ശർക്കരയെടുത്ത് കൊണ്ടുവരാനായി മുതലാളി കൊച്ചുണ്ണിയെ അയച്ചു. വീട്ടിൽ ചെന്ന സമയത്ത് അവിടെയുള്ളവരെല്ലാം കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. വീടിന് ചുറ്റും വലിയ മതിൽക്കെട്ടുമുണ്ടായിരുന്നു. കൊച്ചുണ്ണി പലതവണ വിളിച്ചിട്ടും ആരും വന്നില്ല. അതിനാൽ പാത്രവും കൊണ്ട് കൊച്ചുണ്ണി മതിൽ ചാടി അകത്തു കടന്നു. ഇറയത്തു ചാരി വെച്ചിരുന്ന ശർക്കര ആവശ്യത്തിനു പാത്രത്തിലേക്ക് മാറ്റി. അതു തലയിൽ വെച്ചുകൊണ്ട് വീണ്ടും മതിൽ ചാടി പുറത്തു വന്നു. പീഡികയിലെത്തിയയുടൻ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ശർക്കര തൂക്കിക്കൊടുത്തിട്ട് ബാക്കി പീഡികയിലുള്ള ചാടിയിൽ സൂക്ഷിച്ചു. അക്കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് വന്നു താമസിക്കാൻ തുടങ്ങി. മുഹമ്മദിയരെ ആയുധാഭ്യാസവും കായികാഭ്യാസവും പരിശീലിപ്പിക്കുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. ഈ വിവരമറിഞ്ഞ കൊച്ചുണ്ണി രാത്രിയിൽ പീഡിക അടച്ചയുടൻ കായംകുളത്തേക്ക് പുറപ്പെട്ടു. തങ്ങളുടെ അടുത്ത് ചെന്ന് തന്നെ കൂടി കായികാഭ്യാസവും മറ്റും പരിശീലിപ്പിക്കണമെന്നും കൊച്ചുണ്ണി അപേക്ഷിച്ചു. കൊച്ചുണ്ണിയെ പരിചയമുണ്ടായിരുന്ന തങ്ങൾക്ക് അതിഷ്ടമായില്ല. നിന്നെ ഇതൊന്നും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതൊന്നും പഠിക്കാഞ്ഞിട്ടു തന്നെ നിന്റെ വാപ്പ വലിയ അക്രമിയായി. നീയും ബാപ്പയുടെ തൊഴിൽ തന്നെ സ്വീകരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ വിദ്യകളൊക്കെ അഭ്യസിച്ചാൽ നീ വലിയ അക്രമിയായി ലോകം മുടിക്കും. അതിന് ഞാൻ കാരണക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുവാൻ എനിക്കിഷ്ടമല്ല. അതിനായിട്ടല്ല ഞാൻ ഇതൊക്കെ അഭ്യസിപ്പിക്കുന്നത്. ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇത് പഠിപ്പിക്കുന്നത്. അതിനാൽ ഈ വിദ്യകളൊന്നും നിന്നെ അഭ്യസിപ്പിക്കുകയില്ല. തങ്ങളുടെ വാക്കുകൾ കേട്ട് കൊച്ചുണ്ണിക്ക് വലിയ വിഷമം തോന്നി. എങ്കിലും തൻ്റെ അഭിലാഷം കൊച്ചുണ്ണി മനസ്സിൽ നിന്നും തൂത്തെറിഞ്ഞില്ല. രാത്രി കാലങ്ങളിലാണ് തങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്നത്. അത് കൊച്ചുണ്ണിക്കും പ്രയോജനപ്പെട്ടു. അത്താഴം കഴിച്ചിട്ട് കൊച്ചുണ്ണി ആരും അറിയാതെ കായംകുളത്തെത്തിച്ചേരും. തങ്ങളുടെ കളരിക്കു സമീപം ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു കൊച്ചുണ്ണി വിദ്യകളെല്ലാം കണ്ടുപഠിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ്
പീടികയിൽ മടങ്ങിയെത്തുകയും ചെയ്യും. ബുദ്ധിശാലിയായിരുന്നതിനാൽ കൊച്ചുണ്ണി മിക്ക വിദ്യകളും ആരും പഠിപ്പിക്കാതെ തന്നെ വശമാക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊച്ചുണ്ണി ഒളിഞ്ഞിരിക്കുന്നത് ഒരാൾ കാണാനിടയായി. അയാൾ ആ വിവരം തങ്ങളെ അറിയിച്ചു. ഉടൻ തന്നെ ശിഷ്യരെ അയച്ച് തങ്ങൾ കൊച്ചുണ്ണിയെ കളരിയിൽ വിളിപ്പിച്ചു. കൊച്ചുണ്ണി മടി കൂടാതെ കളരിയിലേക്ക് കയറി ചെന്നു. നീ എന്തെല്ലാം പഠിച്ചു? ഗൗരവത്തിൽ തങ്ങളുടെ ചോദ്യം. ഇവിടെ പഠിപ്പിച്ചതെല്ലാം ഞാനും പഠിച്ചു. കൊച്ചുണ്ണിയുടെ മറുപടി കേട്ടപ്പോൾ അയാളെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തങ്ങൾക്ക് തോന്നി. പരീക്ഷിച്ചു നോക്കിയപ്പോഴാണ് തങ്ങൾ അത്ഭുതപ്പെട്ടത്. സ്വന്തം ശിഷ്യരേക്കാൾ അഭ്യാസ വിഷയത്തിൽ കൊച്ചുണ്ണി യോഗ്യനായി തീർന്നത് കണ്ടപ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. ഇത്രയും ബുദ്ധിമാനായ ഇവനെ ശരിയായി അഭ്യസിപ്പിക്കുകയാണ് വേണ്ടതെന്ന് തങ്ങൾ നിശ്ചയിച്ചു. ഇനി മുതൽ നീ ഒളിച്ചും പാത്തുമൊന്നും നിൽക്കണ്ട, കളരിയിൽ വന്നോളൂ. നിന്നെയും ഒരു ശിഷ്യനായി കരുതി ഞാൻ വിദ്യകൾ പഠിപ്പിക്കാം. തങ്ങളുടെ അനുവാദം കിട്ടിയതോടെ കൊച്ചുണ്ണിക്ക് സന്തോഷമായി. അടുത്ത ദിവസം മുതൽ എല്ലാ രാത്രികളിലും കൊച്ചുണ്ണി തങ്ങളുടെ കളരിയിൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചു തുടങ്ങി. വെട്ട്, തട, ഓട്ടം, ചാട്ടം, മറച്ചിൽ, തിരിച്ചിൽ മുതലായവ കൊച്ചുണ്ണി അവിടെ നിന്ന് അഭ്യസിച്ചു. കുറച്ചു ദിവസത്തെ അഭ്യാസം കൊണ്ടു കൊച്ചുണ്ണി ഒന്നാന്തരം ഒരു അഭ്യാസിയായി തീർന്നു. കൊച്ചുണ്ണിയുടെ അസാധാരണമായ ബുദ്ധി സാമർഥ്യം കണ്ട് തങ്ങൾക്ക് വലിയ തൃപ്തിയുണ്ടായി. തനിക്കറിയാമായിരുന്ന കൺകെട്ട്, ആൾമാറാട്ടം തുടങ്ങിയ ജാലവിദ്യകളും തങ്ങൾ കൊച്ചുണ്ണിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മറ്റു ശിഷ്യന്മാരെ ഒന്നും അഭ്യസിപ്പിക്കാത്ത ആ വിദ്യകൾ കൊച്ചുണ്ണിക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്തത് തങ്ങൾക്ക് അയാളോട് തോന്നിയ സന്തോഷവും വാത്സല്യവും നിമിത്തമാണ്. എല്ലാ വിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണി യഥാശക്തി ഗുരുദക്ഷിണ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. പിറ്റേ ദിവസം കൊച്ചുണ്ണി മതിൽ ചാടി ശർക്കര കൊണ്ടുപോയ വിവരവും തങ്ങളുടെ അടുക്കൽ നിന്നും വിദ്യകൾ അഭ്യസിച്ച രഹസ്യവും മുതലാളി അറിയാനിടയായി. കൊച്ചുണ്ണി രാത്രികാലങ്ങളിൽ കായംകുളത്ത് പോയി വന്നിരുന്ന വിവരവും മുതലാളി അപ്പോഴാണ് അറിയുന്നത്. മുതലാളി കൊച്ചുണ്ണിയെ വിളിച്ചു. ശർക്കര എടുത്തു കൊണ്ടുവന്ന് എങ്ങനെയെന്ന് ചോദിച്ചു. കൊച്ചുണ്ണി ഒന്നും ഒളിക്കാതെ സത്യം തുറന്നു പറഞ്ഞു. അതെല്ലാം കേട്ട ശേഷം മുതലാളി പറഞ്ഞു, നീ എനിക്ക് വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഒരിക്കലും മറക്കുകയുമില്ല. നിന്റെ പേരിൽ എനിക്ക് വളരെയേറെ സ്നേഹവും വിശ്വാസവുമുണ്ട്. എങ്കിലും ഇനി നീ ഇവിടെ താമസിക്കുന്നത് യുക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്കെന്നോട് വിരോധമൊന്നും ഉണ്ടാകരുത് എന്നും നീ എൻ്റെ ബന്ധുവായിരിക്കണം, എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും വേണം. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ നിനക്കും ചെയ്തു തരും. ഇത്രയും പറഞ്ഞിട്ട് മുതലാളി കൊച്ചുണ്ണിയുടെ കണക്ക് തീർത്ത് അവന് കൊടുക്കേണ്ട ശമ്പളവും 1000 രൂപ സമ്മാനമായി നൽകി പിരിച്ചയച്ചു. കൊച്ചുണ്ണി പ്രത്യേകിച്ചൊന്നും പറയാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അയാൾ പീടികയിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞിരുന്നു. 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മുതലാളി അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. അയാൾ വീട്ടിൽ മടങ്ങിയെത്തി വീട്ടുകാരുമൊത്ത് താമസിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആ ഇടയ്ക്ക് കൊച്ചുണ്ണിക്ക് കുറച്ച് പുതിയ കൂട്ടുകാരെ കിട്ടി. അവരെല്ലാവരും ചേർന്ന് ഒരു കച്ചവടം ആരംഭിച്ചു. അന്യദേശത്തു നിന്നും വ്യാജ ചരക്കുകൾ വാങ്ങി കായംകുളത്തെത്തിച്ച് അത് മറിച്ചു വിൽക്കുക. അതുവഴി എളുപ്പത്തിൽ വൻ ലാഭം ഉണ്ടാക്കുക. അതായിരുന്നു അവരുടെ കച്ചവടം. ചുരുക്കി പറഞ്ഞാൽ കള്ളക്കടത്ത്. കൊച്ചുണ്ണിയും കൂട്ടരും ശങ്കുണ്ണിപ്പിള്ളയുടെ പീടികയിലാണ് കള്ളക്കടത്ത് മുതിരുകൾ വിറ്റിരുന്നത്. മോഷണ സാധനങ്ങളും കള്ളക്കടത്ത് ചരക്കുകളും ചുടുവിലക്ക് വാങ്ങി തൻ്റെ കടയിലെ മറ്റു സാധനങ്ങൾക്കൊപ്പം ഇരട്ടി വിലക്ക് മറിച്ച് വിൽക്കുന്നതാണ് പിള്ളയുടെ പ്രധാന പണി. വരണം വരണം, സാധനം വാങ്ങാനാണോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നമ്മുടെ കടയിൽ എല്ലാം കിട്ടും. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ എല്ലാം വില കുറവാണ് കേട്ടോ. ടോപ്പ് വേണോ, ചീപ്പ് വേണോ,
കിണ്ടി വേണോ, സ്വർണം വേണോ, സായിപ്പന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണോ, എല്ലാം ഉണ്ട്. എന്ത് വേണ്ട ഓരോരുത്തന്മാര് രാവിലെ മെനക്കെടുത്താനായിട്ട്. ഇതാരെ കൊച്ചുണ്ണയോ? ചെങ്കിടികൾ കൊണ്ടുള്ള കൂടെ. ആ വാ വാ, കോള് വല്ല ഒത്തിട്ടുണ്ടോ കൊച്ചുണ്ണേ? ചരക്കൊക്കെ ഭദ്രമായി എത്തിച്ചിട്ടുണ്ട്. പഴയ കണക്ക് തീർത്താൽ ചരക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തിക്കും. അതെന്താ കൊച്ചുണ്ണി, നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുപോലെ? ശരി, തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നു തീർക്കാം. ഇന്ന് രാത്രി തന്നെ ചരക്ക് എത്തിക്കണം. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല മുതലാളി, കാശിന് കാശ് തന്നെ വേണ്ടേ? ഇതാ പിടിച്ചോ പണം. പിന്നെ സൂക്ഷിച്ചൊക്കെ പോണം. ഇപ്പൊ മോനെ കൊച്ചുണ്ണി, പോലീസുകാരൊക്കെ റോന്തു ചുറ്റുന്നുണ്ട്. കരളലിവുള്ളൊരു ദയാശീലൻ, എന്നാൽ നാടറിയുന്നൊരു തസ്കരവീരൻ. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. കൊച്ചുണ്ണി കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി, കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ വിനയുന്ന നരനിവൻ, നാടിനുറക്കം കെടുത്തുന്ന തസ്കരൻ, ഭയം തെല്ലുമില്ലാതെ വാണവൻ, മതം പൊട്ടി നടക്കുന്ന ഒറ്റയാ. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. ജമി മുതലാളിമാർക്കെല്ലാം ഭയമിവൻ, മണിച്ചിത്രപ്പൂട്ടും തുറക്കുന്ന മാന്ത്രികൻ, കാവൽക്കാരെ മയക്കുന്ന മന്നവൻ, ഏഴകൾക്കിവനെന്നും തോഴനായി, ആശ്രയമില്ലാത്തവർക്കിവൻ കാവലായി. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. കൊടും കാടുകൾ അവനെന്നും താവളം, വനപാതകളില്ലവൻ. അങ്ങനെ കുറേ കാലം കടന്നുപോയി. പുതിയ കച്ചവടം തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്നു. കൊച്ചുണ്ണിയുടെ മാതാപിതാക്കൾ അസുഖം ബാധിച്ചു മരണപ്പെട്ടു. മൂത്ത സഹോദരൻ മദിരാശിയിൽ പോയി. അവിടെ ഒരു ചെറിയ കച്ചവടം തുടങ്ങി. അവിടെ തന്നെ താമസമാക്കി. അങ്ങനെ തനിച്ചായ കൊച്ചുണ്ണി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ അടുത്തു തന്നെയുള്ള ഒരു നിർധന കുടുംബത്തിലെ ഏക മകളായിരുന്നു വധു.
മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ പാൽനീല ചിരിയുള്ള മാൻമിഴി ചേലുള്ള പുതുമണവാട്ടി നല്ല മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ മുല്ലമൊട്ടിൻ മണമുള്ള 18 നിറവുള്ള മൈലാഞ്ചി അണിഞ്ഞൊരു അമ്പത്തി നിന്റെ കിനാവിലെ മണിമാരൻ ഇതാ വരുന്നേ അറബിക്കഥയിലെ വീരൻ വരുന്നേ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ മുല്ലമൊട്ടിൻ മണമുള്ള 18 നിറവുള്ള മുല്ലമൊട്ടിൻ മണമുള്ള 18 നിറവുള്ള മൈലാഞ്ചി അണിഞ്ഞൊരു വമ്പത്തി നിന്റെ കിനാവിലെ മണിമാരൻ ഇതാ വരുന്നേ അറബിക്കഥയിലെ വീരൻ വരുന്നേ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ പവിഴപ്പൂ നിറമുള്ള അരകേറും മെയ്യുള്ള മൊഞ്ചത്തി നിന്റെ മൈലാഞ്ചി കൈകളിൽ പൊൻവള അണിയിക്കാൻ വരുന്നുണ്ട് മണവാളൻ നല്ല വടിവാർന്ന വീരൻ ഇതാ വരുന്നേ മുഹബത്തിൻ തേനും കൊണ്ടുവരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ പവിഴപ്പൂ നിറമുള്ള അഴകേറും മെയ്യുള്ള മൊഞ്ചത്തി നിന്റെ മൈലാഞ്ചി കൈകളിൽ പൊൻവള അണിയിക്കാൻ വരുന്നുണ്ട് മണവാളൻ നല്ല വടിവാർന്ന വീരൻ ഇതാ വരുന്നേ മുഹബത്തിൻ തേനും കൊണ്ടുവരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ പാൽനീല ചിരിയുള്ള മാൻമിഴി ചേലുള്ള പുതുമണവാട്ടി നല്ല മൊഞ്ചത്തി നിന്റെ കൽബിലെ പുതുമണവാളൻ ഇതാ വരുന്നേ അവൻ വരുന്നേ ഇതാ വരുന്നേ. ഭാര്യ വളരെ ചെറുപ്പമായതിനാലും വീട്ടിൽ കൂട്ടിന് മറ്റാരുമില്ലാതിരുന്നതിനാലും കൊച്ചുണ്ണി ഭാര്യാമാതാവിനെ കൂടെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോന്നു. ഒരു നാൾ രാത്രി അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. കൊടും തസ്കരൻ നാട്ടിലെ ഭീകരൻ ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ മിനയുന്ന നരനിവൻ. കൊച്ചുണ്ണിയും കൂട്ടരും ആറ്റിൽ ചാടി രക്ഷപ്പെട്ടെങ്കിലും കള്ളക്കടത്ത് മുതലുകൾ മുഴുവൻ പോലീസ് കണ്ടുകെട്ടി. അങ്ങനെ ആ കൂട്ടുകച്ചവടം പൊളിഞ്ഞു. പിന്നെ പണം ആവശ്യം വന്നപ്പോൾ ചിലവരുടെ ഭവനങ്ങൾ കയറി മോഷ്ടിച്ചു. വഴിയിൽ പതിഞ്ഞു നിന്നു പിടിച്ചുപറി തുടങ്ങി. ഏതു തരത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്തയായി കൊച്ചുണ്ണിക്ക്. എങ്കിലും അയാൾ പാവപ്പെട്ടവരെയും ധർമ്മിഷ്ഠരെയും മര്യാദക്കാരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. വലിയ ധനവാന്മാരും ആർക്കും ഒരിട്ടു പച്ചവെള്ളം പോലും കൊടുക്കാത്തവരുമായ ദുഷ്ടന്മാരുടെ ഭവനം കൊള്ളയടിക്കാനാണ് കൊച്ചുണ്ണി ശ്രമിച്ചിരുന്നത്. കൊച്ചുണ്ണിക്കൊരിക്കൽ എന്തെങ്കിലും കൊടുത്താൽ പിന്നീട് അവരെ അയാൾ ഉപദ്രവിക്കാറില്ലായിരുന്നു. പണത്തിന് ഞെരുക്കമുണ്ടാകുമ്പോൾ കൊച്ചുണ്ണി വലിയ ധനവാന്മാരായ ആളുകളുടെ അടുത്ത് ചെന്ന് തനിക്ക് ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഇത്ര പറന്നല് വേണം എന്ന് പറയും. ഉടനെ കൊടുത്തയച്ചാൽ പിന്നീട് അവരെ ഉപദ്രവിക്കാറില്ല. പിന്നീട് തിരികെ കൊടുക്കാനും കൊച്ചുണ്ണി തയ്യാറാണ്. മുതലും
പലിശയും കൂട്ടി വേണമെന്ന് പറഞ്ഞാലും അയാൾ കൊടുക്കും. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ സർവസ്വവും 4 ദിവസത്തിനുള്ളിൽ കൊച്ചുണ്ണി കൊള്ളയടിക്കും. ഇതെല്ലാവർക്കും അറിവുള്ളതാണ്. കൊച്ചുണ്ണി കൊള്ള ചെയ്തെടുക്കുന്ന മുതലുകളെല്ലാം അയാളും കൂട്ടുകാരും കൂടി തുല്യമായി പങ്കിട്ടെടുക്കുകയാണ് പതിവ്. കൊച്ചുണ്ണി തൻ്റെ വീതത്തിൽ നല്ലൊരു പങ്ക് മറ്റുള്ളവർക്ക് ധർമ്മവും ചെയ്തിരുന്നു. അതിൽ നിന്ന് 1 രൂപ പോലും കൊച്ചുണ്ണി സമ്പാദിച്ചിരുന്നില്ല. അന്നന്ന് സുഖമായി കഴിഞ്ഞു കൂടണമെന്ന വിചാരമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. പാവപ്പെട്ടവരെ കൊച്ചുണ്ണി വളരെ സഹായിച്ചിട്ടുണ്ട്. കൊച്ചുണ്ണിയുടെ കൂട്ടുകാരെല്ലാം ആദ്യം നിർധനന്മാരായിരുന്നു. കൊള്ള മുതൽ ധാരാളം കിട്ടിത്തുടങ്ങിയതോടെ അവരൊക്കെ സമ്പന്നന്മാരായിത്തീർന്നു. കൊച്ചുണ്ണി തൻ്റെ ആശ്രിതന്മാരെയും പാവപ്പെട്ടവരെയും അറിഞ്ഞു സഹായിച്ചിട്ടുള്ളതിനാൽ അവരൊക്കെ സമ്പന്നരായിട്ടുണ്ട്. ഒരു പ്രത്യേക മതക്കാരെ മാത്രമേ സഹായിക്കൂ എന്നുണ്ടായിരുന്നില്ല കൊച്ചുണ്ണിക്ക്. കൊച്ചുണ്ണി മൂലം സമ്പന്നരായ പാവപ്പെട്ടവരും നിർധനരായി തീർന്ന ധനാഢ്യന്മാരും കുറച്ചൊന്നുമായിരുന്നില്ല. സ്ത്രീ വിഷയം കൊച്ചുണ്ണിക്കൊരു ദൗർബല്യമായിരുന്നു. സ്വന്തം നാട്ടിലുള്ള ഒരു ശൂദ്ര സ്ത്രീയുമായി കൊച്ചുണ്ണിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു ഭാര്യയെ പോലെയാണ് അവളെ അയാൾ സംരക്ഷിച്ചിരുന്നത്. ഈ വിവരം കൊച്ചുണ്ണിയുടെ ഭാര്യാമാതാവ് അറിഞ്ഞു. അവർ അത് മകളോട് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കലഹം പതിവായി. പക്ഷെ കൊച്ചുണ്ണിക്ക് ശൂദ്ര സ്ത്രീയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. ഒരു ദിവസം അതേ ചൊല്ലി ഭാര്യമാതാവുമായി കൊച്ചുണ്ണിക്ക് വഴക്കിടേണ്ടി വന്നു. ഭാര്യാമാതാവിൻ്റെ ശകാരം കൊച്ചുണ്ണിക്ക് രസിച്ചില്ല. അവർ തമ്മിൽ ശക്തമായ വാഗ്വാദമുണ്ടായി. കൊച്ചുണ്ണിക്ക് ദേഷ്യം വന്നു. കൊച്ചുണ്ണി ഭാര്യമാതാവിനെ പിടിച്ചു തള്ളി. ശക്തമായ തള്ളിൽ ആ വൃദ്ധ നിലത്ത് തലയടിച്ച് വീഴുകയും മരണപ്പെടുകയും ചെയ്തു. അതൊരു കയ്യബദ്ധമായിരുന്നുവെങ്കിലും ഈ സംഭവം ആരും അറിയരുതെന്നു കൊച്ചുണ്ണി ആഗ്രഹിച്ചു. അന്നു രാത്രിയിൽ തന്നെ വൃദ്ധയുടെ ശവശരീരം ഒരു പായയിൽ പൊതിഞ്ഞുകെട്ടി വലിയൊരു കല്ലും വെച്ചു കായംകുളം കായലിൽ താഴ്ച കളഞ്ഞു. എന്നിട്ടും അത് പുറത്തറിഞ്ഞു. പലരും പറഞ്ഞ് കൊലപാതക വിവരം കാർത്തികപ്പള്ളി തഹസീൽദാരുടെ ചെവിയിലുമെത്തി. മജിസ്ട്രേറ്റിന്റെ അധികാരം കൂടിയുള്ള ഉദ്യോഗസ്ഥനാണ് തഹസീൽദാർ. ഉടനെ കൊച്ചുണ്ണിയെ പിടിക്കുന്നതിന് അദ്ദേഹം പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു. പോലീസുകാർ കാര്യമായി അന്വേഷണം നടത്തിയെങ്കിലും കൊച്ചുണ്ണിയെ കണ്ടുപിടിക്കാനായില്ല. കൊച്ചുണ്ണി നല്ലൊരു അഭ്യാസിയായിരുന്നതിനാൽ 10-12 പേർ ഒരുമിച്ച് ചെന്നാലും അയാളെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. കൊച്ചുണ്ണിയുടെ കയ്യിലെപ്പോഴും ഒരു കഠാരയും ഉണ്ടായിരുന്നു. മാത്രമല്ല ശക്തന്മാരായ കൂട്ടുകാരും കൊച്ചുണ്ണിയോടൊപ്പം ഉണ്ടാകും. അതിനാൽ പോലീസുകാർക്ക് കൊച്ചുണ്ണിയെ നേരിടാൻ ധൈര്യമുണ്ടായില്ല. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ കൊച്ചുണ്ണി ഒളിവിൽ കഴിയാനും തുടങ്ങി. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര എന്നീ താലൂക്കുകളിൽ പിടിച്ചുപറി മോഷണം മുതലായവ നടത്തിക്കൊണ്ട് അപ്പോഴും കൊച്ചുണ്ണിയും കൂട്ടരും വിഹരിച്ചു.